മാഡം, ഓൺലൈൻ കൺസൾട്ടേഷന് വിളിക്കുന്ന ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രസവം നിർത്തുന്നത് കീ ഹോളായിട്ട് ചെയ്താൽ ഹോസ്പിറ്റലിൽ എത്ര ദിവസം കിടക്കണം, എത്ര ദിവസം റെസ്റ്റ് എടുക്കണം? ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് അപ്പം നമ്മൾ എത്ര ദിവസം കൊടുക്കേണ്ടി വരും മാഡം അതിന്? ഇത് സ്ഥിരം സംശയമാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണോ, എത്ര ദിവസം അഡ്മിറ്റ് ആവണോ, എത്ര നാൾ IV ആൻറ്റിബയോട്ടിക് എടുക്കണം എന്നുള്ളത്. ശരിക്കും ഇതൊരു ഓഫീസ് പ്രൊസീജിയർ പോലെ രാവിലെ വന്ന് വൈകിട്ട് പോകാവുന്ന ഒരു സർജറി ആണെന്ന് പറഞ്ഞു കൊടുക്കണം. വെറും വയറ്റിൽ നേരത്തെ തന്നെ പ്രീ ഓപ്പ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്ത് അനസ്തീഷ്യ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സർജറിയുടെ അന്ന് രാവിലെ വന്നാൽ മതി. വെറും വയറ്റിൽ വൈകിട്ട് പോകാം. അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. ഫോളോ അപ്പിനായിട്ട് IV ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റ് വേണ്ട, സ്റ്റിച്ച് ഇല്ല, ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. തീർത്തും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിലരുടെ തെറ്റിദ്ധാരണയാണ് ഈ സർജറി, പ്രസവം നിർത്തുന്ന സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെനപ്പോസ് ആകുമോ, അതുപോലെ അവരുടെ ആയുസ് കുറയുമോ, അതുപോലെ സെക്ഷൽ പ്ലഷർ കുറയുമോ, അതിലേക്കുള്ള ഡിസയർ കുറയുമോ എന്നുള്ളതൊക്കെ. ഇതെല്ലാവരുടെയും സ്ഥിരമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ പ്രസവം നിർത്തുന്ന സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള റെസ്റ്റ് വേണം, ആയുർവേദ ചികിത്സ വേണം, അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഓഫീസ് പ്രൊസീജിയറാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ.